ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ ഒരു വീഡിയോയും കൂടെ ഇന്ന് ചെയ്യാനുള്ള കാരണം വേറെ മറ്റൊന്നും തന്നെയല്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇൻഫോ MLP എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ചാനലിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു 2-3 വീഡിയോസ് നമ്മൾ ബഡ്സ് ആക്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾക്ക് അപ്പോൾ അതിനെ കള്ളപ്രചരണം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇൻഫോ MLP എന്ന് പറഞ്ഞ ചാനൽ അവർ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാത്ത കാര്യങ്ങൾ റേസ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സഹോദരൻ്റെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ആ സഹോദരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ഒരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളി ആ വീഡിയോയിൽ റേസ് ചെയ്തിരിക്കുന്ന ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനായിട്ട് പറയുന്നതല്ല, ഞാൻ കമ്പനീസ് ആക്ട് എടുത്തു വെച്ചുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 73 സബ് ക്ലോസ് A to E, ഓക്കെ, അതിനകത്ത് പറയുന്നത് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആഫ്റ്റർ പാസിംഗ് റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ് ക്യാൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം മിസ് മെമ്പേഴ്സ്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 73 A to E പറയുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിയെക്കുറിച്ചാണ്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിക്ക് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി നാം ഏവർക്കും അറിയാവുന്ന പോലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അല്ലേ. അപ്പോൾ അവർക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്താണ്? ആഫ്റ്റർ പാസിങ് എ റെസൊല്യൂഷൻ ഇൻ ദ ജനറൽ മീറ്റിംഗ്, അവരുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിലേക്ക്, ഇപ്പം നിങ്ങൾക്ക് ഇത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇത് പബ്ലിക്കിൽ നിന്നല്ല ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇതിൻ്റെ മെമ്പേഴ്സിൽ നിന്നാണ് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഒരുമാതിരി മറ്റേ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ വെറുതെ നിയമത്തിനെടുത്ത് വളച്ചൊടിക്കരുത്. അതായത് ഏത് ഇൻഫോ MLP ആണെങ്കിലും ഏത് ഇതാണെങ്കിലും നിയമത്തിനെ ബഹുമാനിക്കുക. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. നിയമത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കുപ്രചരണങ്ങൾ നടത്തുന്നത് വളരെയധികം തെറ്റുമാണ്, നിങ്ങൾക്ക് ചേർന്നതുമല്ല. ഓക്കെ, അപ്പോൾ സെക്ഷൻ 73 ഓഫ് കമ്പനീസ് ആക്ട് ഒന്ന് പഠിച്ചിട്ട് സംസാരിക്കുക. സെക്ഷൻ 73 A to E. ഇനിയിപ്പം നിനക്ക് പോയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് നിയമം എഴുതിക്കൊണ്ട് വരാണ്ടി പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്തിരിക്കുന്നത് അവരുടെ മെമ്പേഴ്സിൽ നിന്നാണ്, അല്ലാതെ പബ്ലിക്കിൽ നിന്നല്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മെമ്പേഴ്സിൽ നിന്ന് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുകയാണെങ്കിൽ കളക്ട് ചെയ്യാം. ഓക്കെ, അത് നീ ആദ്യം പോയി നിയമം പഠിച്ചിട്ട് വാ. അല്ലാതെ വെറുതെ ഇവിടെ കിടന്ന് കുപ്രചരണവും ബാക്കിയുള്ള കാര്യങ്ങളും നടത്താതെ. ഇതൊരു വാർണിംഗ് ആണ്.